MSC എൽസ 3 കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് പിഴത്തുക കെട്ടിവെച്ച് കപ്പൽ കമ്പനി 1227 കോടി 62 ലക്ഷം രൂപയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി കോടതിയിൽ കെട്ടിവെച്ചത്. തുക ബാങ്ക് ഗ്യാരണ്ടി ആയിട്ടാണ് ഹൈക്കോടതിയിൽ കെട്ടിവെച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ അഡ്മിറാൽറ്റി സ്യൂട്ടിലാണ് നടപടി ഉണ്ടാകുന്നത്. ബാങ്ക് ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ പിടിച്ചുവെച്ച MSC അക്വിറ്റേറ്റ 2 വിട്ടയച്ചു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, എന്തൊക്കെയാണ് മറ്റ് നടപടികൾ? നേരത്തെ സംസ്ഥാന സർക്കാർ ഈ MSC എൽസ 3 കപ്പൽ അപകടത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഒരു അഡ്മിറാൽറ്റി സ്യൂട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിൽ ആവശ്യപ്പെട്ട തുകയെന്ന് പറയുന്നത് 9,531 കോടി രൂപയായിരുന്നു നഷ്ടപരിഹാരമായിട്ട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ തുക യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണെന്ന് അന്ന് ഷിപ്പിംഗ് കമ്പനി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം 1227.62 കോടി രൂപ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി കെട്ടിവെച്ചിരിക്കുകയാണ്. ഈ കെട്ടിവെച്ച തുക ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന് അനുകൂലമായിട്ട് വിധി വരികയാണെങ്കിൽ ഇതിന്റെ പലിശ തുകയടക്കം സംസ്ഥാന സർക്കാരിന് ഈടാക്കാൻ സാധിക്കും. ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് ഇത്തരത്തിൽ ഈ തുക കെട്ടിവെച്ചുകൊണ്ടുള്ള നടപടിയിലേക്ക് ഷിപ്പിംഗ് കമ്പനി കടന്നത്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ തന്നെ അക്വിറ്റേറ്റ 2 എന്ന് പറയുന്ന കപ്പൽ നേരത്തെ അറസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു. അതിപ്പോൾ വിട്ടയച്ചിരിക്കുകയാണ്. ഈ ബാങ്ക് ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിലാണ് MSC അക്വിറ്റേറ്റ 2 എന്ന കപ്പൽ വിട്ടയച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ മത്സ്യത്തൊഴിലാളികൾക്ക് സംഭവിച്ച ഉപജീവന മാർഗത്തിന്റെ നഷ്ടം, അപകടത്തെ തുടർന്ന് പാരിസ്ഥിതികപരമായിട്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എണ്ണച്ചോർച്ച ഉണ്ടായി, മലിനീകരണം ഉണ്ടായി. ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു സംസ്ഥാന സർക്കാർ 9,531 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് അഡ്മിറാൽറ്റി സ്യൂട്ട് ഫയൽ ചെയ്തുകൊണ്ട് നിയമ നടപടിയിലേക്ക് കടന്നത്. എന്തായാലും ഈ അക്വിറ്റേറ്റ 2 എന്ന് പറയുന്ന കപ്പൽ വിട്ടുകിട്ടാനായിട്ട് ബാങ്ക് ഗ്യാരണ്ടി ഇനത്തിലാണ് 1227.62 കോടി രൂപ കെട്ടിവെച്ചിരിക്കുന്നത് ഷിപ്പിംഗ് കമ്പനി. ശരി, രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.